എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ രാധികാമ്മയുടെ കള്ളത്തരം തെളിവോട് കൂടി ഗോവിന്ദ് പിടിക്കുകയാണ്. അങ്ങനെ ആകെപ്പാട് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ നിൽക്കുന്ന രാധികാമ്മനെയൊക്കെയാണ് നാളത്തെ വിശേഷം നമ്മൾ കാണാനായിട്ട് പോണേ. ഇന്ന് തന്നെ കണ്ടു അനാർക്കലിയും ഗോവിന്ദും നേർക്ക് നേർ കണ്ടുമുട്ടുകയാണ്. പിന്നീട് അനാർക്കലിയുടെ മുന്നിൽ നിന്നിട്ട് ഗോവിന്ദ് ആ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഭദ്രന്റെ ബോഡി എന്ത് ചെയ്യുന്നത്? ഈ ചോദ്യം കേട്ട് ഒരു നിമിഷം അനാർക്കലി ഒന്ന് ഞെട്ടി. പണ്ട് തന്റെ മുന്നിൽ നിന്നിരുന്ന ആ പൊടിമീശക്കാരനല്ല, ഇപ്പൊ അവൻ വളർന്ന് പന്തലിച്ചിരിക്കുന്നു. പെട്ടെന്ന് അനാർക്കലി പറഞ്ഞു, ഭദ്രന്റെ ബോഡിയോ? അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുക. ദേ നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കതറിയാം, നിങ്ങളാണല്ലോ ഭദ്രനെ കുഴിച്ചു മൂടിയത്, സത്യം പറ, എവിടെയുണ്ട് ആ ബോഡി എന്ന് ചോദിക്കാം. അത് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അത് നിങ്ങൾ പറഞ്ഞവരോട് തന്നെ ചോദിക്കുക, അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാം. വെറുതെ നിങ്ങളുടെ തടി തപ്പാൻ നോക്കണ്ട. നിങ്ങളുടെ മനസ്സിലൊരു വിചാരം കാണുമായിരിക്കും, ആ പണ്ടത്തെ പൊടിമീശക്കാരനാ ഞാനെന്നുള്ളേ. അത് വെറും തോന്നല് മാത്ര. ഇപ്പൊ ഞാൻ വളർന്നു, കണ്ടില്ലേ, എന്നെ ഒന്ന് നോക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാർക്കലി പറഞ്ഞു, നീ എത്ര വളർന്നെന്ന് പറഞ്ഞാലും എന്റെ മുൻപിൽ ഇപ്പോഴും നീ ആ പീക്കിരി ചെക്കൻ തന്നെയാന്ന് പറയണം. ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചോന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാർക്കലി പറഞ്ഞു, എന്ത് സൂക്ഷിക്കാൻ? നിന്നെ പോലെ ഒരു ചെക്കനെ ഞാൻ സൂക്ഷിക്കാനാ? എന്തിനാടാ സൂക്ഷിക്കണേ? ദേ ഭദ്രന്റെ ബോർഡ് തപ്പി വന്നാണെങ്കിൽ വെറുതെ നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ട ഗോവിന്ദന് ദേഷ്യം വന്നു. ഗോവിന്ദ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾക്ക് അതിനകത്ത് അറിവുണ്ടെന്ന്. നിങ്ങൾ ഭദ്രനെ കൂട്ടുപിടിച്ച് നിങ്ങൾ വേറെ എന്തൊക്കെയോ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മായിപ്പനെ നിങ്ങൾ കൂട്ടുപിടിച്ച് പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യം കാണുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭദ്രനെ എന്ത് ചെയ്തെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഇപ്പൊ ഭദ്രനെ നിങ്ങൾ ഇല്ലാതാക്കി, അതല്ലേ സത്യം എന്ന് ചോദിക്കുക. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞ, ഇട ചേർക്ക, നീ എന്റെ മുന്നിൽ നിന്ന് വാചകം അടിക്കാതെ പൊക്കോ, അല്ലെങ്കിൽ നിനക്ക് തന്നെ ദോഷമായിട്ടത് വരും. ഭദ്രന്റെ ബോഡിയെ കുറിച്ച് ചോദിക്കാൻ വന്നിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഭദ്രന്റെ ബോഡി എവിടെ എന്താന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ, നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിച്ചോ. നിന്നെ ഞാൻ വെല്ലുവിളിച്ചിരിക്കുമെന്ന് പറയാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അറിയത്തില്ലാത്ത പല രഹസ്യങ്ങളും നിന്നോട് ഞാൻ പറഞ്ഞുതരാം എന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ചോദിച്ചു, വാക്കാണെന്ന് നിൽക്കാം. വാക്കാ? ഈ അനാർക്കലി ഒരു കാര്യം പറഞ്ഞ വാക്കായിരിക്കും. ഭദ്രന്റെ ബോഡി നിനക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതെ, ആ രഹസ്യങ്ങളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ശരി, നമുക്ക് വീണ്ടും കാണാം. എന്തായാലും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ ഒരു കണ്ണ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം. ഒരു കണ്ണാക്കണ്ട, 2 കണ്ണും പോരട്ടെ എന്ന് പറഞ്ഞിട്ട് അനാർക്കലി ഗോവിന്ദിനെ വെല്ലുവിളിക്കുക. പിന്നീട് ഗോവിന്ദ് വന്ന് വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് അജാസ് ചോദിച്ചു, ആ സ്ത്രീ അവരെന്താ പറഞ്ഞേ? ഭദ്രനെ കുറിച്ച് എന്താ പറഞ്ഞു നിൽക്കും? അവർക്ക് അറിയത്തില്ലേ ഒരു ഭദ്രന്റെ ബോഡി എവിടെയാന്ന്? കണ്ടെത്താൻ പറ്റുമെങ്കിൽ കണ്ടെത്തിക്കോളാം. എന്നെ വെല്ലുവിളിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാം ഗോവിന്ദ് സാറ്. അവരായിരിക്കും ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നു പറയാണ്. ഒരു പക്ഷെ കിഷോറിനെ ഇല്ലാതാക്കിയതും അവരാണോ സംശയമുണ്ടെന്ന് പറയണം. എന്താ അജാസ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ അങ്ങോട്ട് പറയുകയോ ചെയ്തേന്ന് പറയാം. ഇവർക്ക് ഇതിനകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാന്ന് പറയണം. പിന്നീട് അവരെ കൊണ്ട് പോവാ. അങ്ങനെ പോയ സമയത്ത് തന്നെ അനാർക്കലി രാധികനെ വിളിക്കുകയാണ്. രാധികനെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ, എന്റെ അടുത്ത് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു പറയാം. ആരാ വന്നത്? മറ്റാരുമല്ല, നിന്റെ ഗോവിന്ദാന്ന് പറയണം. ഗോവിന്ദ്? അവനെന്തിനാ അവിടെ വന്നേ? അവൻ വന്നത് എന്തിനാന്നറിയോ? ഭദ്രന്റെ ബോഡി അന്വേഷിച്ചാ വന്നത്. ഭദ്രന്റെ ബോഡി അവന് കാണണം പോലും. അമ്മായിപ്പന്റെ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വന്നാ. ഇത് കേട്ട് രാധികാമ്മ ഞെട്ടി. നീ എന്തൊക്കെയാ അനാർക്കലി പറയണേ? നീയാണോ പറഞ്ഞ ഭദ്രൻ മരിച്ചെന്നുള്ള കാര്യം? ഞാനെങ്ങോ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ആ സത്യങ്ങൾ അവൻ അറിയും. അത് അധികം വൈകില്ല. കാരണം മറ്റൊന്നുമല്ല, കാരണം നിങ്ങളാണ് അവനെ കൊന്നേന്നുള്ള കാര്യം, ആ ഭദ്രനെ കൊന്നേന്നുള്ള കാര്യം ഒരു പക്ഷേങ്കിലും ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പണം എനിക്ക് നൽകാൻ പറയണം. പണമോ? അതിപ്പം അത്രയ്ക്കുള്ള പണമൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറയണം. നിങ്ങളുടെ എത്ര രൂപ കാണും? 50 ലക്ഷം എന്ന് വൈകുന്നേരം ഞാൻ തരാൻ പറഞ്ഞേക്കുന്നേ. 50 ലക്ഷം രൂപ തന്നിരിക്കണം. ഇല്ലെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. ഈ അനാർക്കലി ആരാ നീയൊക്കെ അറിയാൻ പോകുന്നുള്ളെന്ന് പറയണം. അനാർക്കലി, നീ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരിയോട് സാവകാശം താ. ഇത്തിരി പോയിട്ട് 1 ഇഞ്ച് സാവകാശം പോലും തരാൻ പോകുന്നില്ല. ദേ പറയുന്നവൾ മര്യാദയ്ക്ക് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് അനാർക്കലി അങ്ങോട്ട് കോള് കെട്ടിയ രാധികാമ്മ ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണം? അപ്പോഴേക്കും വരുൺ അങ്ങോട്ട് വന്നു. വരുണോട് പറഞ്ഞു, എടാ വരണേ, ആകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആ വെമ്പാലം മുക്കിൽ അവിടുത്തെ ആ സ്ഥലമില്ല, അവിടെ ഉണ്ടായിരുന്ന തേക്കും തടികളൊക്കെ നമുക്ക് വെട്ടിവിൽക്കുക എന്തെങ്കിലും ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. നീ പറഞ്ഞാൽ ശരി. ഇനിയിപ്പോൾ അത് അവിടെ നിർത്തിക്കൊണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. അനാർക്കലിൽ പണം കൊടുക്കണമെന്ന് പറയാം. അത് തന്നെയല്ലേ അമ്മയോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്.
അപ്പൊ അമ്മയ്ക്കോ ഭയങ്കര സെന്റിമെന്റ്സ്. ഭർത്താവ് വെച്ചതാണ് പോലും. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ആവശ്യം വരുമ്പോഴല്ലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉപകരിക്കുന്നത്. അല്ലാതെ അത് അവിടെ നിർത്തിക്കോണ്ട് എന്നിട്ട് വല്ല കാര്യം ഉണ്ടോന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് അത് വെട്ടിവിൽക്കാൻ നോക്കമ്മേ എന്ന് പറയാണ്. അല്ല അതിന് ആൾക്കാരെയൊക്കെ തപ്പി കണ്ടെടുത്തണ്ടേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അന്വേഷിക്കാം. ഉം, എന്റെ പരിചയത്തിലുള്ള ഒരാളുണ്ട്, അയാളോട് ഞാൻ വേണേ പറയാന്ന് പറയാണ്. ശരി ശരി, അത് നീ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാണ്. ഈ സമയം രേഖ ഇത് കേട്ടു. ഓഹോ, അപ്പം ആ വെമ്പലമേട്ടിലുള്ള ആ സ്ഥലത്തിന് ആ തടികൾ വെട്ടി മാറ്റാനായിട്ട് ശ്രമം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണമല്ലോ. പിന്നീട് ഗീതുവിനെ വിളിക്കുകയാണ്. ഗീതുവിനെ വിളിച്ചിട്ട് അജ്ഞാതരുടെ രൂപത്തിൽ ആ കാര്യങ്ങൾ പറയാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടിയിലുള്ള ഇത് രാധികാമ്മ വെട്ടി വിൽക്കാണ്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തടയണം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ഒരു നിമിഷം ഞെട്ടി. ഇത് ആരായിരിക്കും പോലും എനിക്കിങ്ങനെ അജ്ഞാത സന്ദേശങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കണേ? ആരാണെങ്കിലും അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാ. അത് എത്ര വ്യക്തമായിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയണേ. പിന്നീട് ഗീത ഒരു കാര്യം തീരുമാനിച്ചു. ഗോവിന്ദനോട് പറയണം, പക്ഷെ ഇപ്പൊ പറയണ്ട. രാധികാമ്മ അവിടെ എത്തണം. രാധികാമ്മ അവിടെ എത്തിയതിനു ശേഷം മാത്രം. കാരണം തെളിവ് സഹിതം കയ്യോടെ കൂടി പിടികൂട്ട കാര്യമുള്ളൂ. ഈ സമയം രാധികാമ്മ പറഞ്ഞോട് പറഞ്ഞു, എടാ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന്. അതെ, ഒരു പാർട്ടി കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഉരുപ്പിടി കണ്ടു വേണമല്ലോ വില പറയാനായിട്ട്. അമ്മ ഒരു കാര്യം ചെയ്യുക, അങ്ങോട്ടേക്ക് പോകാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാധികാമ്മ പറഞ്ഞു, ശരി ഞാൻ പോവാം, പക്ഷെ നീയും കൂടെ വരുമോ എന്ന് ചോദിക്കാം. അമ്മേ എനിക്ക് അർജന്റായിട്ട് കാര്യമുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് രാധികാമ്മ എന്ത് ചെയ്യണം? ആ വെമ്പാല വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴും രാധികാമ്മയ്ക്ക് ടെൻഷനൊക്കെ ആയി. കാരണം താനും മാധവേട്ടനും കൂടെ ആദ്യം വെച്ച പ്രിയമോളെ കല്യാണം കഴിപ്പിച്ചു വിടാനായിട്ട് ഈ തേക്കും തൈകളൊക്കെ ഇതിപ്പോ ഇത്രയും വളർന്ന് വലുതായി. പക്ഷെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊക്കെ ഓർത്ത് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് അത് ഉരുപ്പിടി നോക്കാനായിട്ട് അയാൾ വരുന്നത്. അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാധിക പറഞ്ഞ വരാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് കാണിച്ചു കൊടുക്കുവാണ്. ഇതാണ് ഉരുപ്പിടികളൊക്കെ കണ്ടല്ലോ, ഇതിനൊരു വില നിശ്ചയിക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അയാളൊരു വില പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാധികാൻ പറഞ്ഞു, അത് പറ്റില്ല, ഇപ്പൊ തേക്കുന്നടിക്കൊക്കെ നല്ല വിലയുള്ള സമയമല്ലേ, അത്ര കുറച്ച് കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്ക് ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ എന്നാൽ നിങ്ങൾ എത്രയാന്ന് പറ എന്ന് പറയാണ്. അവസാനം രാധികാമ്മ 25 ലക്ഷം രൂപ പറഞ്ഞു. 25 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നമുക്ക് കച്ചവടമാക്കാന്ന് പറയണം. ശരി നമുക്ക് നോക്കാന്ന് പറയണം. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഗീതു വരുന്നത്. ഗീതുവിനെ കണ്ടത് രാധികാമ്മ ഒന്നും ഞെട്ടിപ്പോയി. ഇവിടെ എന്തിനാ പോലും ഇങ്ങോട്ട് വന്നേ? പെട്ടെന്ന് രാധികാമ്മ വെച്ച്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ എനിക്കെന്താ ഇവിടെ വരാൻ മേലേ, ഇത് ഗോവിന്ദനും കൂടെ പ്രോപ്പർട്ടി അല്ലേ, രാധികാമ്മയ്ക്ക് മാത്രം വരത്തോളന്നുണ്ടോന്ന് ചോദിക്കണം. ആ സമയം അയാൾ എന്ത് ചെയ്യണം? ഉരുപ്പടിയൊക്കെ നോക്കി അങ്ങോട്ട് പോവാണ്. എല്ലാം നല്ലതാണെന്ന് ഒക്കെ നോക്കിക്കൊണ്ട്. രാധികാമ്മ പെട്ടു. ദൈവമേ, ഇപ്പൊ അയാളെ എങ്ങനെ കണ്ട, ഇവള് കണ്ട അതോടുകൂടി തീർന്നു. പിന്നീട് രാധികാമ്മ വിളിച്ചു, എന്താ രാധികാമ്മയുടെ മുഖത്തൊരു വെപ്രാളം വിഷമൊക്കെ? ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയണം. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല രാധികാമ്മ എന്തിനാ പോലെ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ വന്നുകൂടെ? എനിക്കിവിടെ പല ഓർമ്മകളും ഉണ്ട്. ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ, അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറയണോ. ഓ, ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി വന്നായിരിക്കുമല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, നടക്കട്ടെ എന്ന് പറയണം. അപ്പോഴേക്കാണ് ഗോവിന്ദും അജാസും കൂടെ അങ്ങോട്ട് വരുന്നേ. ഗോവിന്ദ് കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വരുന്ന കണ്ടതും രാധികാമ്മ ഒന്ന് ഞെട്ടി. ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കുന്നേ? ഇനിയിപ്പൊ ഇവനോട് ആരെങ്കിലും പറഞ്ഞോ എന്നൊരു ചിന്ത രാധികാമ്മയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് രാധികാമ്മ ചോദിച്ചു, എന്താ കണ്ണ നീ എന്താ ഇവിടെ? അല്ല അത് അമ്മയോട് ഞാനല്ലേ ചോദിക്കണ്ട, അമ്മ എന്താ ഇവിടെ വന്ന് നിൽക്കണേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ അങ്ങനെ തനിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മാധവേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇങ്ങോട്ടൊന്ന് കയറി വന്നാന്ന് പറയണം. ആണോ, അത് കൊള്ളാലോ. അല്ല അമ്മ തന്നെയാണോ വന്നത്, അത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഞാൻ തന്നെയാ വന്നേന്ന് പറയണം. അപ്പോഴേക്കുമാണ് ഉരുപ്പടിയൊക്കെ നോക്കിയിട്ട് അയാൾ അങ്ങോട്ട് വരുന്നേ. അയാളെ കണ്ടതും ഗോന്നിച്ചു, ഇതാരാമേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ അമ്മ തന്നെയാ വന്നേന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ അതെ എന്റെ കൂടെ വന്നതാ, ഞാനിപ്പോ വിളിച്ചിട്ട് വന്ന ഒരു കാര്യം സംസാരിക്കാനായിട്ട്. അപ്പൊ ഇവിടെയാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ. ഈ സമയത്ത് ഗോവിന്ദ ആലോചിച്ചു, അല്ല നിങ്ങൾ എന്തിനാ വന്നേന്ന് ചോദിക്കണം. രാധികാമ്മ പറഞ്ഞ് വിശ്വാസമായില്ലെന്ന് രാധികാമ്മയ്ക്ക് മനസ്സിലായി. ഈ ചോദ്യം കേട്ട അയാൾ പറഞ്ഞു, എന്തിനാ വന്നേന്നോ? ഞാനിവിടുത്തെ ഉരുപ്പിടികളൊക്കെ നോക്കാനായിട്ട് വന്നതാ. ഇത് ഇവരെനിക്ക് കച്ചവടം ആക്കിയേക്കുന്നതാന്ന് പറയാണ്. കച്ചവടം ആക്കിയ? അതെ, ഈ തേക്കും തൊഴികളൊക്കെ ഇവരൊക്കെ 25 ലക്ഷം രൂപയ്ക്ക് എനിക്ക് കച്ചവടം ആക്കിയെന്ന് പറയാണ്. ഇത് കേട്ടതും ഗോവിന്ദൊന്ന് ഞെട്ടുവാണ്. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, അയ്യോ ഇയാള് പറയുന്നെല്ലാം പച്ചക്കളവാ, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയണ. നിങ്ങൾ എന്താ സാറേ ഇങ്ങനെ പറയണേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ, നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് ഉണ്ടാക്കിയതല്ലേ, പിന്നീട് നിങ്ങൾ കാല് വാരിയ കൊള്ളാവോ? ഇതേ പണം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതി, അല്ലാതെ വെറുതെ ഇങ്ങനത്തെ വർത്താനൊന്നും പറയേണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവെന്ന് പറഞ്ഞു, അതെ ഇവിടെ തേക്കും തടിയും വെക്കാനില്ല, ഒന്നും വെക്കാനില്ല, നിങ്ങൾ വന്ന വഴി പോകാൻ നോക്കാൻ പറയണം. ഇത് കേട്ടും രാധികം പറഞ്ഞു, അങ്ങനെ പറഞ്ഞു വിട് മോനെ കണ്ണാവരെ, അയാൾ വെറുതെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, കള്ളത്തരമോ? അതെങ്ങനെ കള്ളത്തരമാൻ രാധികാമ്മേ? രാധികാമ്മ 25 ലക്ഷം രൂപയ്ക്ക് ഈ തേക്കും തടികൾ കൊടുക്കാൻ തയ്യാറായതല്ലേ, പിന്നെ അതെങ്ങനെ കള്ളത്തരമാവെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാധികാമ്മയ്ക്ക് മനസ്സിലായി കള്ളത്തരങ്ങളെല്ലാം
പിടിച്ചെന്നുള്ള കാര്യം. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ രാധികാമ്മ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.